ചേട്ടാ, തീ ശരിക്കും ആളി കത്തിച്ചെന്ന് തോന്നുന്നു. തീ ഇപ്പൊ കത്തിച്ചിട്ടേ ഉള്ളൂ. ആ തീ ആളി പടർന്ന് പിടിക്കണ്ടേ? ആ തീയില് ജ്യോതിയുടെ ബിംബം നശിക്കണ്ടേ? ശ്രദ്ധിച്ചില്ലെങ്കിലേ ചേട്ടൻ തന്നെ അത് പണിയാവും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നാം കർത്താവിനെ വിട്ട് പിന്മാറുന്നുണ്ടോ, അതോ നാം കർത്താവിന്റെ മുൻപേ ചെല്ലുന്നുണ്ടോ? കഷ്ടപ്പാടുകൾ സഹിച്ച് നാം കർത്താവിന്റെ കൂടെ പോകുന്നുണ്ടോ? കഷ്ടപ്പാടുകൾ സഹിക്കണം, പ്രശ്നങ്ങളെ നേരിടണം. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഓരോ ആഴ്ചയും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ ധാരാളം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ എന്ന തലക്കെട്ടിലുള്ള നാടകമാണ് കാണാൻ പോകുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു മെത്തയിൽ നടക്കുന്ന അനുഭവമല്ല. കഷ്ടതകളും പ്രശ്നങ്ങളും നേരിട്ട് സ്വർഗസ്ഥനായ പിതാവിങ്കലേക്ക് എത്തിച്ചേരുന്ന ഒരു അനുഭവമാണത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകൾ ഉണ്ടാകും, എങ്കിലും സഹിഷ്ണുത കാണിപ്പിൻ, അപ്പോൾ നമുക്ക് ലോകത്തെ ജയിക്കാൻ സാധിക്കും. ഈ ലോകത്ത് നമ്മൾ പറയാത്തത് പറഞ്ഞു എന്ന് മറ്റുള്ളവർ പറയും. ഇല്ലാത്ത പല കാര്യങ്ങളും അവർ കെട്ടിച്ചമച്ചു പറയും. നമ്മോടൊപ്പമുള്ള ആൾക്കാരെ തന്നെ നമുക്കെതിരായി പ്രവർത്തിക്കാൻ പിശാച് പ്രേരിപ്പിക്കും. നിങ്ങളും ഒരുപക്ഷെ വ്യാധിയും ബലഹീനതയും സഹിക്കുകയായിരിക്കാം. എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിൽ വിഷമിക്കുന്നുണ്ടായിരിക്കാം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഉപദ്രവമുണ്ടാകുമ്പോൾ ക്ഷമയോടെ ഇരിക്കുക എന്നാണ്. 10 മക്കളും സ്വത്തും നഷ്ടപ്പെട്ട ഇയ്യോബിനെ പോലെ പ്രശ്നങ്ങളെ ക്ഷമയോടെ നേരിട്ടാൽ നമുക്കും ഇരട്ടി നന്മകളോടൊപ്പം അനുഗ്രഹങ്ങളും പരിപൂർണമായി നേടാൻ സാധിക്കും. അതിനാൽ നിങ്ങൾ നേരിടുന്ന നിസ്സാര പ്രശ്നങ്ങളെക്കുറിച്ച് ഒരിക്കലും മനസ്സ് വേദനിക്കരുത്. നിങ്ങളെ കാക്കുന്ന കർത്താവ് നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഇനി നമുക്ക് ജ്യോതി ചേച്ചി എന്ന നാടകം കാണാം. ചേച്ചി, ചേട്ടാ ഇവിടെ ഒരു ഇലയിട്ടെ. കഴിക്കാൻ എന്താ? നീയോ? നീ എന്തിനാടാ അവിടെ ജോലി ചെയ്യുന്നേ? ഇന്റർവ്യൂവിന് പോയില്ലേ? എന്താ നടന്നത്? എന്താ പറയണ്ടേ, ഹോട്ടലിൽ പണി ചെയ്യേണ്ടി വരുന്നു. നിന്നോടല്ലേ ചോദിച്ചാ എന്ത് സംഭവിച്ചെന്ന്? അതെല്ലാം പാസ്സായടാ. അടിപൊളി. അപ്പോ ജോലി കിട്ടിയല്ലോ അല്ലേ? അതെ, സൂപ്പർവൈസർ ജോലിയാ. നാളെ തന്നെ ഒന്ന് ജോയിൻ ചെയ്യാനാ പറയുന്നത്. വളരെ സന്തോഷം. എൻ്റെ അടുത്ത് ഏതോ കമ്പനി ജോലി കിട്ടിയെന്ന് പറഞ്ഞു. അത് പറഞ്ഞ നീ വിഷമിക്കുന്ന ഓർത്താ. ഞാൻ നിന്നോട് ധൃതി പിടിക്കണ്ട, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കളയാൻ പാടില്ലെന്നല്ലേ അന്ന് പറഞ്ഞത്? ഇന്ന് കണ്ടില്ലേ, ഹോട്ടലിൽ സർവറായിട്ട് ജോലി ചെയ്യുക. തെറ്റെൻ്റെതാടാ. നീ പറഞ്ഞപ്പോൾ ഞാനത് മനസ്സിലാക്കിയില്ല. എങ്ങനെയെങ്കിലും ജോലി കിട്ടുമെന്നായിരുന്നു വിശ്വാസം. ഇപ്പോൾ അത് മനസ്സിലാവുന്നു.
അതിരിക്കട്ടെ, വീട്ടിൽ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ല. നീ പറയല്ലേ. അമ്മയുടെ അടുത്ത് ഓഫീസിൽ ജോലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേച്ചേ, ഞാനൊന്നും പറയില്ല. ഇതത്ര മോശമായിട്ടുള്ള ജോലിയൊന്നും അല്ലല്ലോ. ഇവിടെങ്കിലും ഒന്ന് സത്യസന്ധമായിട്ട് ജോലി ചെയ്യടാ. വളരെ വേഗം തന്നെ നല്ല ജോലി നിനക്ക് കിട്ടും. ചേട്ടാ, എന്നോട് ക്ഷമിക്കണേട്ടാ. സാരമില്ല, നിന്നോട് ക്ഷമിക്കാൻ ഞാൻ ആരാ? നീ വിട്ടോ വിട്ടോ വിട്ടോ. ആ ജ്യോതി ശരിക്കും അത്രയ്ക്ക് നല്ലവളാ? ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് വല്ലതും ചെയ്തിട്ടുണ്ടോന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ അവരിതുവരെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മനുഷ്യരായിട്ട് ജനിച്ചാലേ തെറ്റ് ചെയ്തിരിക്കും. എന്തൊക്കെയാണെങ്കിലും അവരൊരു പെണ്ണല്ലേ, തെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അവര് ചെയ്യൂ ഏട്ടാ. ഇല്ലെങ്കിൽ ചെയ്യിപ്പിക്കാം. അതിനല്ലേ നമ്മളുള്ളത്. ഇന്നേ വരെ നമ്മുടെ വീട്ടുടമ ഇത്ര കർശനമായി സംസാരിച്ചിട്ടേ ഇല്ല. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനല്ലേ? എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. വീടിന്റെ താക്കോല് തന്നപ്പോ ഞാൻ ചെന്നൈയിലാണ് താമസം, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, അതുപോലെ സ്വന്തം വീട് പോലെ നോക്കിക്കോണേ എന്ന് പറഞ്ഞ ആളാ. ഇന്ന് നിങ്ങൾ വീട്ടിൽ താമസിച്ചത് മതി, വീട് ഒഴിഞ്ഞു തരണമെന്ന് പറയുന്നു. നിങ്ങളാണെങ്കിൽ ഇപ്പൊ സ്ഥലത്തുമില്ല. ഞാൻ ഇനി എന്താ ചെയ്യുക? എനിക്കെന്തോ ഇത് അദ്ദേഹം സ്വയം പറഞ്ഞതുപോലെ തോന്നുന്നില്ല. ആരോ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാരാ തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇങ്ങനെ പെട്ടെന്ന് വീട് ഒഴിഞ്ഞു തരണമെന്നൊക്കെ പറഞ്ഞാ എന്ത് ചെയ്യാനാ? നമ്മൾ എങ്ങോട്ടാ മാറി താമസിക്കുക? എനിക്കെന്തോ ഒരു വശപ്പശക തോന്നുന്നുണ്ട്. എന്തൊക്കെയാ അമ്മ ഇത്? അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ? സത്യമാണ് മോനെ. അല്ലമ്മ, നമ്മൾ ഈ വീട് വളരെ നന്നായിട്ട് തന്നെയല്ലേ നോക്കിയത്? വൃത്തിക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് എന്തിനാ വീട് ഒഴിയാൻ പറയുന്നത്? അറിയില്ല മോനെ, വാടക വീട്ടിൽ താമസിക്കുന്നവരുടെ ബുദ്ധിമുട്ട് അവരെങ്ങനെ അറിയാനാ? ഇതുവരെ എത്ര വീട് മാറിയിട്ടുണ്ടെന്നറിയാമോ? ഈ വീട്ടിലാണ് കുറച്ച് അധികം വർഷം താമസിച്ചത്. ഈ വീട് ഒഴിഞ്ഞു തരാൻ പറഞ്ഞാ നമ്മൾ എവിടെ പോയാനാ? അത് സാരമില്ലമ്മേ, നമുക്ക് നോക്കാം. വീടിന്റെ കാര്യമല്ലേ, ഇവിടെ വേറെ വീടൊന്നും കിട്ടാതിരിക്കില്ലല്ലോ. എന്താ ജ്യോതി, വീട് ഒഴിയാൻ പറഞ്ഞെന്ന് കേട്ടു? എപ്പോഴാ വീട് ഒഴിയുന്നത്? ഹലോ ഹലോ, അതെ ജ്യോതി, ഞാനാണ് ഹൗസ് ഓണറാ സംസാരിക്കുന്നത്. സാറേ, സുഖായിരിക്കുന്നോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, വീട് ഒഴിയാൻ പറഞ്ഞിട്ട് എത്ര നാളായി? എന്താ വീട് മാറാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? എന്താ പ്രശ്നം സാറേ? ഞാൻ വീട് നന്നായി നോക്കുന്നില്ലേ? എന്തിനാ വീട് ഒഴിഞ്ഞു തരാൻ പറയുന്നേ? അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. വീട് ഒഴിഞ്ഞു തരാൻ പറഞ്ഞാൽ അത് ചെയ്താൽ മതി. നിങ്ങൾ ആരൊക്കെയോ പറയുന്നത് കേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. മറ്റുള്ളവർ വാക്കിട്ട് നടക്കാൻ ഞാൻ അതുപോലെ കൊച്ചുകുട്ടിയാണോ? എനിക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്. എന്ത് പറഞ്ഞാലും കൂടെ കൂടെ തറുതല പറയുന്നതിന് യാതൊരു കുഴപ്പമില്ലല്ലോ. അല്ല സാറേ, ഞാൻ എന്താ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞത് കേട്ടാ മതി. ആദ്യം വീട് ഒഴിയാൻ നോക്ക്. അതെ, നിങ്ങളിനിയും വീട് ഒഴിഞ്ഞില്ലേ? ഒന്ന് പെട്ടെന്ന് ഒഴിയണം. ഞങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ളതാ.
ചേട്ടാ തീ ശരിക്കും ആളി കത്തിച്ചെന്ന് തോന്നുന്നു. തീ ഇപ്പൊ കത്തിച്ചിട്ടേ ഉള്ളൂ. ആ തീ ആളി പടർന്ന് പിടിക്കണ്ടേ? ആ തീയില് ജ്യോതിയുടെ ബിംബം നശിക്കണ്ടേ? ശ്രദ്ധിച്ചില്ലെങ്കിലേ ചേട്ടൻ തന്നെ അത് പണിയാവും. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ. ദേഷ്യം പിടിച്ചാലും ചേട്ടന്റെ മുഖം അടിപൊളിയാ. നമുക്ക് പോവാൻ ചേട്ടാ. എന്തു പറ്റി മോനെ? അമ്മ ആകെ മൊത്തം ദേഷ്യത്തിലാ. അമ്മ ഇതിനു മുൻപ് ഇങ്ങനെ ടെൻഷനായത് ഞാൻ കണ്ടിട്ടില്ല അങ്കിൾ. അമ്മയെ ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈയിടെയായിട്ട് അമ്മ പഴയതുപോലൊന്നും അല്ല അങ്കിൾ. അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട്. ആകെ ഒരു വെപ്രാളവാ. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യമാ. ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കിരുന്ന് കരയുകയും ചെയ്യും. അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇല്ല. ചേച്ചി കോളേജിൽ നിന്ന് ടൂർ പോയിരിക്കുക. ശരി മോനെ, ഇപ്പോ ജ്യോതി എവിടെയാ ഉള്ളത്? അമ്മ ടെറസിലുണ്ടാവും അങ്കിൾ. ശരി, വാ. എന്താ മോളെ ജ്യോതി, ഇവിടെ വന്ന് എന്തിനാ ഇരിക്കുന്നത്? അങ്കിളെ ഇരിക്കൂ. ആ. ആ. നിന്നെ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ ജ്യോതി. നീ എന്തോ ദേഷ്യപ്പെട്ടതായിട്ട് മോൻ എന്നോട് പറഞ്ഞല്ലോ. ഞാനെന്താ അങ്കിൾ ആകാശത്തുനിന്ന് പൊട്ടി വീണതാണോ? ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ. എനിക്കിതെല്ലാം കൂടെ നോക്കാൻ പറ്റുമോ? എവിടെ അന്വേഷിച്ചിട്ടും വീട് കിട്ടുന്നുമില്ല. പോകുന്നിടത്തൊക്കെ ആരെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കിട്ടാതൊന്നും അല്ല മോളെ, കിട്ടാൻ സമ്മതിക്കുന്നില്ല. ജ്യോതി, നിന്റെ ബലം തന്നെ നിന്റെ ക്ഷമയാണ്. അതാ നീ ഇപ്പം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നീ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുള്ളതാ ടെൻഷനിൽ തീരുമാനം എടുക്കാൻ പാടില്ലെന്ന്. പക്ഷെ നീ ടെൻഷനിലാ ഉള്ളത്, ദേഷ്യവും പെടുന്നു. ഒന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുമോളെ. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേയില്ല. നിനക്കെതിരായിട്ട് ഒരു കൂട്ടം തന്നെ പുതിയതായിട്ട് വന്നു, അത് സത്യമാ. പക്ഷെ നീ വിഷമിക്കില്ല മോളെ. കർത്താവും നിന്നോടൊപ്പം ഉണ്ട്, ഞങ്ങളും നിന്നോടൊപ്പം തന്നെയുണ്ട്. ജ്യോതി, ഇത് എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമാണ്. ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്, ഉദ്യോഗസ്ഥരുടെ പ്രഷർ വേറെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകാം. നിനക്കാണെങ്കിൽ മറ്റൊരു രൂപത്തിൽ വന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. നിനക്കെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ആൾക്കാരെ നീ എന്തിനാ നോക്കുന്നേ? നിനക്ക് സപ്പോർട്ടായിട്ട് നിന്നോടൊപ്പം ഉള്ള മറ്റുള്ളവരെ നോക്കിയാൽ മതി. കർത്താവിനെ നോക്കുമോളെ. ഇതൊരു പ്രശ്നം മാത്രമല്ല അങ്കിൾ, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എടി ജ്യോതി, അനേകം പേർക്ക് അനുഗ്രഹമായിരുന്ന ജ്യോതി ചേച്ചിയുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് കണ്ടില്ലേ? കായ്ച്ചു നിൽക്കുന്ന മരത്തിന് കല്ലേറ് കിട്ടും. പ്രാർത്ഥിക്കുന്ന മക്കൾക്കാണ് ഇത്രയും പ്രശ്നങ്ങൾ. എന്തുകൊണ്ടാണെന്നോ നമ്മൾ പരിശുദ്ധ സ്വർണമായി മാറുന്നതിനു വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനായി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കുവാൻ സഹോദരി ജോയ്സ് ലാസറസ് അവர்கள் നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ദൈവം ഇന്ന് ഈ പരിപാടിയിലൂടെ
നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നേ ദിവസം നല്ല ഒരു പരിപാടിയാണ് നിങ്ങൾ കണ്ടത്. നല്ല ഒരു നാടകമാണ് നിങ്ങൾ കണ്ടത്. കർത്താവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. കഷ്ടപ്പെടുന്ന സമയത്ത് പോലും കർത്താവ് നമ്മോടൊപ്പമുണ്ട്. വേദപുസ്തകം നാം വായിച്ചു നോക്കിയാൽ ഇയ്യോബ് 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ വായിച്ചു നോക്കിയാൽ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വദിഗ്വാസികളിലും മഹാനായിരുന്നു. ഇയ്യോബ് നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, വളരെ നിഷ്കളങ്കനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു എന്ന് കർത്താവ് അവനെക്കുറിച്ച് സാക്ഷി പറയുന്നുണ്ട്. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബിന് 10 മക്കളുണ്ടായിരുന്നു. കർത്താവ് 10 മക്കളെ ഇയ്യോബിന് കൊടുത്തിരുന്നു. അനുഗ്രഹമായി കാത്തുവന്നു. ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടായി. ഒരു ദിവസം, ഒറ്റ ദിവസം കൊണ്ടൊരു വലിയ കൊടുങ്കാറ്റടിച്ച് അയാളുടെ വീട് തകർന്ന് 10 മക്കളും മരിച്ചുപോയി എന്ന് ഇയ്യോബിനെ വിവരം അറിയിക്കുന്നു. എന്നാൽ നമ്മൾ ഈ കണ്ട ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടായപ്പോൾ, സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ, നിന്ദകൾ ഉണ്ടായപ്പോൾ, നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ പോലും കർത്താവിനോട് അയാൾ പിറുപിറുത്തില്ല. കർത്താവിനെ കുറ്റം പറഞ്ഞില്ല. പിറുപിറുത്തു എന്ന് ബൈബിളിൽ ഇല്ല. കഷ്ടതകളിലും പ്രശ്നങ്ങളിലും കർത്താവിന് നന്ദിയും സ്തോത്രവും പറയുകയാണ് ചെയ്തത്. അയാളുടെ 10 മക്കളും മരിച്ചുപോയി. പക്ഷേ ഇയ്യോബ് എന്താണ് പറഞ്ഞത്? കർത്താവ് തന്നു, കർത്താവ് തിരിച്ചെടുത്തു, കർത്താവിന്റെ നാമത്തിന് സ്തോത്രം എന്ന് പറഞ്ഞു. അത്രയും വലിയ പ്രശ്നത്തിനിടയിലും കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാവുമ്പോൾ, പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകുമ്പോൾ നാം കർത്താവിനെ വിട്ട് പിന്മാറുന്നുണ്ടോ, അതോ കർത്താവിന്റെ മുൻപേ പോകുന്നുണ്ടോ? കഷ്ടപ്പാടുകൾ സഹിച്ച് നാം കർത്താവിന്റെ കൂടെ പോകുന്നുണ്ടോ? കഷ്ടപ്പാടുകൾ സഹിക്കണം, പ്രശ്നങ്ങളെ നേരിടണം. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, അതാണ് വേണ്ടത്. കഷ്ടതയിലും കർത്താവ് നമ്മോടൊപ്പം തന്നെ ഉണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ നമ്മുടെ കൂടെ ഉണ്ട്. അവനാണ് നമ്മെ അനുഗ്രഹിക്കുന്നവൻ, അവനാണ് നമുക്കെല്ലാം നൽകുന്നവൻ. അതിനാൽ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നാം കർത്താവിനോട് പിറുപിറുക്കരുത്. എന്തുകൊണ്ടാണെന്ന് ചോദ്യം ചെയ്യരുത്. ഒരേ ദിവസം തന്നെ 10 മക്കളും മരിച്ചുപോയി. എങ്കിലും ഇയ്യോബ് അപ്പോഴും സഹിഷ്ണുത കാണിച്ചു. നമ്മളും ഇയ്യോബ് ചെയ്തതുപോലെ ക്ഷമയോടെ ഇരിക്കണം, സഹിഷ്ണുത കാണിക്കണം. കർത്താവ് തന്നു, കർത്താവ് തിരിച്ചെടുത്തു, കർത്താവിന്റെ നാമത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് ഇയ്യോബ് കർത്താവിനെ മഹത്വപ്പെടുത്തി. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പരിചയത്തിൽ ഒരു സഹോദരനുണ്ട്. അദ്ദേഹം യേശുവിനെ അറിയാത്ത കുടുംബത്തിലുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹത്തോട് ആരോ യേശുവിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ അറിഞ്ഞിട്ട് കുടുംബത്തോടെ അദ്ദേഹം യേശുവിനെ സ്വീകരിച്ചു. അവർക്ക് കുറെ കാലമായിട്ട് കുഞ്ഞുങ്ങളില്ല. അങ്ങനെ അവരെല്ലാവരും യേശുവിനെ സ്വീകരിച്ചിട്ട് 5 വർഷത്തിന് ശേഷം കർത്താവ് അവർക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അവൻ നല്ല ഒരു കുട്ടിയായിരുന്നു. അതേപോലെ കുടുംബവും അനുഗ്രഹീതമായിരുന്നു. യേശുവിനെ സ്വീകരിച്ച കുടുംബമായി അവർ ജീവിച്ചു. ആ സഹോദരന് യേശുവിനെ കുറിച്ച് അറിയാമായിരുന്നു. കുടുംബത്തിലുള്ളവർ കർത്താവിനെ സ്വീകരിച്ചു. കർത്താവ് അവരെ അനുഗ്രഹിച്ചു. കർത്താവ് അനുഗ്രഹിച്ച് ഒരു ആൺകുഞ്ഞിനെയാണ് നൽകിയത്. ആ കുട്ടിക്ക് 5 വയസ്സായപ്പോൾ അവനൊരു അസുഖം വന്നു. അവരപ്പോൾ ആ കുട്ടിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. പക്ഷെ ആ കുട്ടി ആശുപത്രിയിൽ കിടന്ന് മരിച്ചുപോയി. അവൻ മരിച്ചുപോയപ്പോൾ എങ്ങനെയാണ് ഈ വിവരം അപ്പനെ അറിയിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും വിഷമിച്ചു. ഒടുവിൽ ഡോക്ടർ അവന്റെ അപ്പനെ വിളിച്ച് നിങ്ങളുടെ മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മിണ്ടാതെ ഇങ്ങനെ നോക്കി നിന്നു. പിന്നീട് അടുത്തു ചെന്ന് ആ കുഞ്ഞിനെ കയ്യിലെടുത്ത്, കർത്താവാണ് എന്നെ അനുഗ്രഹിച്ച് ഈ കുഞ്ഞിനെ എനിക്ക് തന്നത്, കർത്താവ് തന്നു, കർത്താവ് തിരിച്ചെടുത്തു, അവന്റെ നാമത്തിന് സ്തോത്രമെന്ന് പറഞ്ഞ് ആ സഹോദരൻ കുഞ്ഞിനെ കൈകളിലെടുത്ത് ആ കഷ്ടതയിലും ആ മനോവിഷമത്തിലും പിറുപിറുക്കാതെയും കർത്താവിനെ കുറ്റം പറയാതെയും കർത്താവിനോട് ഞാൻ ചോദിച്ചപ്പോൾ തന്നു, ഇപ്പോൾ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞ് സഹിഷ്ണുതയോടെ നന്ദിയോടുകൂടി കർത്താവിനെ സ്തുതിച്ച് ആ കുട്ടിയെ കൊണ്ടുപോയി അടക്കം ചെയ്തു. കർത്താവിന് തന്നത് തിരിച്ചെടുത്തു, കർത്താവിന്റെ നാമത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തി. കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും നാം കർത്താവിനെ മുറുകെ പിടിക്കുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. എപ്പോഴും കഷ്ടതയിൽ സഹിഷ്ണുത വേണം. പ്രശ്നങ്ങളെ ക്ഷമയോടെ നേരിടണം.
കഷ്ടതകളെ സഹിക്കാൻ പഠിക്കണം. നമുക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോഴും യേശു നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അവൻ നമ്മെ കൈവിടുകയില്ല. അവൻ നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നമ്മെ വഴി നയിക്കും. പ്രശ്നങ്ങളായാലും കഷ്ടത വന്നാലും അവൻ നമ്മുടെ കൂടെ ഉണ്ട്. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. പ്രശ്നങ്ങളെ ക്ഷമയോടെ നേരിടുക. സഹിഷ്ണുത കാണിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. യേശുവേ, അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങേക്ക് സ്തോത്രമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ തളർന്നു പോകാതെ, തോറ്റു പിന്മാറാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നേറി ചെല്ലുവാൻ പരിശുദ്ധാത്മാവ് ശക്തി നൽകുവാനായി പ്രാർത്ഥിക്കുകയാണ്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ആരായിരുന്നാലും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. കഷ്ടപ്പാടുകളെയും സമ്മർദ്ദങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാനുള്ള കൃപ അങ്ങ് ഇവർക്ക് നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, കഷ്ടതയിലും സമ്മർദ്ദങ്ങളിലും പ്രശ്നങ്ങളിലും ഇവർക്ക് മുന്നേറി പോകുവാനുള്ള ശക്തി നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് സംസാരിക്കണേ, വ്യക്തമായി സംസാരിക്കണേ. കർത്താവേ, കഷ്ടതയിൽ അങ്ങ് ഇവരെ എല്ലാവരെയും വഴി നയിച്ച് അങ്ങയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറി ചെല്ലുവാൻ കർത്താവ് കൃപ നൽകി വഴി നയിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തണമേ. കുടുംബങ്ങളിൽ അങ്ങയുടെ സമാധാനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. കർത്താവേ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ. കൃപയുണ്ടാകണമേ. കഷ്ടതയിലും സഹിഷ്ണുതയുണ്ടാകണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. അങ്ങ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, എല്ലാ സ്തുതിയും മഹത്വവും അങ്ങേക്ക് മാത്രം അർപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, നല്ല പിതാവേ. ആമേൻ, ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി നിങ്ങൾക്ക് ആശ്വാസം നൽകിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഈ പരിപാടിയെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോടും പറയുക. അനേകം പേർക്ക് ഇത് അനുഗ്രഹപ്രദമാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരോട് ഈ പരിപാടിയെക്കുറിച്ച് പറയുക. നിങ്ങളുടെ പരിചയക്കാരോടും നിങ്ങളുടെ ബന്ധുക്കളോടും ഈ പരിപാടി കാണാൻ പറയുക. ഈ പരിപാടിയിലൂടെ ആയിരക്കണക്കിന് സാക്ഷികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഒരുപക്ഷെ സാക്ഷ്യം പറയണമെന്നുണ്ടെങ്കിൽ നല്ല വീട് പരിപാടിയിലേക്ക് എഴുതി അയയ്ക്കുക. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്. നാളെ ശനിയാഴ്ച സത്യം ടിവിയിലും ജീസസ് റിഡീംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി മറക്കാതെ കാണുക. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ നമുക്ക് കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.